ബാല എങ്ങനെയാ ശ്രീ ആയത്? ഛേ, നന്ദ എന്തിനാ ബാലയെ ശ്രീ എന്ന് വിളിച്ചത്? ബാല ശ്രീ ആണെങ്കിൽ പിന്നെ നന്ദ ആരാ? എന്റെ കൂടെ വാ. എങ്ങോട്ട്? ഇന്ദുവിനെ അല്ല ഞാൻ വിളിച്ചത്. സാറങ്ങനെ നന്ദവനെ വിളിച്ചിട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. നന്ദ വാ, വരാൻ. സാർ പ്ലീസ്, നന്ദവനൊന്നും ചെയ്യരുത്. മാറി നിൽക്ക്. ഇത് ഞാനും നന്ദയും തമ്മിലുള്ള പ്രശ്നമാണ്. അതിൽ ഇന്ദു ഇടപെടണ്ട. എന്ത്? നീ വിട്. വേഗം കയറാൻ. എന്നെ എങ്ങോട്ടേ കൊണ്ടുപോകുന്നത്? എന്നെ കൊല്ലം കൊണ്ടുപോകുവാണോ? ഇറങ്ങ. നീ ഇന്നലെ വിളിച്ച ശ്രീ ആരാ? മൈ സിസ്റ്റർ. ഭാരത് എന്റെ സിസ്റ്റർ ആണോ? അതെ. പിന്നെ എന്തിനാ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞത്? അത് കുറച്ച് പേഴ്സണൽ ആണ്. ശ്രീ നന്ദ, ശ്രീ ബാല, ഇതിലേത് സ്ത്രീയാണ് എന്നെ പ്രണയിച്ചിരുന്നത്? ഏത് സ്ത്രീ ആണെന്ന്? രണ്ടുപേരും. അതല്ല നന്ദ എനിക്കറിയേണ്ടത്. ആ കത്തുകൾ എഴുതിയത് ഏത് സ്ത്രീയാണ്? അത് നീ അന്വേഷിക്ക്. ഞാൻ പറയില്ല ആരാണെന്ന്. വാ, കോളേജിലേക്ക് പോകാം. ഇന്ന് എനിക്ക് എല്ലാം അറിയണം. വരാൻ. കൈ എന്നെ വീട്ട്. എനിക്ക് വേദനിക്കുന്നു. നന്ദേച്ചി, ഇത് റാം എന്നെ തിരക്കുള്ള വരവാണ്. നോക്ക്, അവര് വന്ന് എന്നെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എവിടെയില്ല എന്ന് പറയണം, കേട്ടോ? ബാല ഏത് ക്ലാസ്സിലാ? BC സെക്കൻഡ് ഇയർ. പ്ലീസ്, ഇനി അത് കേട്ട്. നിനക്കല്ല പറയാൻ മടി. ഞാൻ നിന്റെ സിസ്റ്ററിനെ കൊണ്ട് പറയിപ്പിച്ചോളാം. ഈ ക്ലാസ്സിലെ ശ്രീബാല എവിടെ? ശ്രീബാല എവിടെയില്ല, UK പോയേക്കോ. എന്നാ വരുന്നേ? അതറിയില്ല. സോറി നന്ദേച്ചി. നിന്നെ വിടാൻ നിനക്ക് എന്താ ഭ്രാന്താണോ? എന്തൊക്കെയാ കാഴ്ച കൂട്ടുന്നേ? അതേടി, നീയും നിന്റെ അനിയത്തിയും കൂടെ എന്നെ ഭ്രാന്തനാക്കിയേക്കുമല്ലേ? നന്ദയെ വിട്. ഓ ശ്രീബാല, എന്തേ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം നിർത്താൻ തീരുമാനിച്ചോ? റാമിന് എന്താ അറിയേണ്ടത്? എനിക്ക് ലെറ്റേഴ്സ് എഴുതിയിരുന്ന ശ്രീ നിങ്ങളിൽ ആരാ? അത് ഞാൻ തന്നെയാ. നിനക്ക് ലെറ്റേഴ്സ് എഴുതിയിരുന്ന ശ്രീ ഞാനാണ്. പക്ഷെ നീ സ്നേഹിച്ചത് നന്ദേച്ചിയെ. എനിക്ക് വേണ്ടിയാണ് നന്ദേച്ചി നിന്നെ വേണ്ടെന്ന് വെച്ചത്. എന്തേ കാണിക്കുന്നേ? നീ ഒറ്റ ഒരാള് കാരണമല്ലേടി ഞങ്ങൾ രണ്ടുപേരും ഇത്രയും കാലം നീറി ജീവിച്ചത്. നിനക്ക് എന്ത് സുഖം അതിൽ നിന്ന് കിട്ടിയത്? നീ കാരണം ഞാൻ നന്ദയെ ഞാൻ ഇത്രയും വെറുപ്പ് ഡിസേർവ് ചെയ്യുന്നുണ്ടോ റാം? ഉണ്ടോ നന്ദേച്ചി? ഞാൻ നിന്നെ സ്നേഹിച്ചത് ഓർക്കാൻ പറ്റാത്ത തെറ്റാണോ? അല്ല, റാം സ്നേഹിച്ചത് എന്നെ അല്ല, അത് ശ്രീയാണ്, ആ കത്തുകളെയാണ്. ഒരിക്കൽ പോലും കാണാത്ത ഇവളെയോ ശ്രീ എന്ന പേരിനെയോ അതോ കത്തുകളെയോ അല്ല ഞാൻ പ്രണയിച്ചത്. നിന്നെയാണ് നന്ദ, നിന്റെ ഈ കണ്ണുകളെയാണ്. അല്ല, നീ കള്ളം പറയുക. നീ എന്നെ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടില്ല. ഞാൻ നിന്നെയാണ് സ്നേഹിച്ചത്. ആൻഡ് യു ശ്രീ, നീ എന്തിനാ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നത്? ഞാനാണ് നിങ്ങളുടെ ഇടയിലേക്ക് വന്നത്. പ്ലീസ്, ശ്രീ നിന്നെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട്. ഇതാണോ പ്രണയം? ഒരിക്കൽ പോലും എന്റെ മുന്നിലേക്ക് വരാൻ കഴിയാതിരുന്ന ഇവൾക്കാണോ എന്നോട് പ്രണയം? നീ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. പക്ഷെ
ഇഷ്ടമല്ല എന്ന് പറയുന്നതിനേക്കാൾ വേദനയുണ്ട് റാം എന്റെ പ്രണയത്തെ നീ പരിഹസിക്കുമ്പോൾ. നീ വേദനിക്കണം, ഞാൻ അത്രയ്ക്കും അനുഭവിച്ചിട്ടുണ്ട്. റാം നിർത്ത്. ശ്രീ, എന്നെ അങ്ങനെ വിളിക്കരുത്. സോറി ഫോർ എവറിത്തിങ്. നന്ദേച്ചി അല്ല, നന്ദ. എന്തോ റാമെല്ലാം അറിഞ്ഞപ്പോൾ ഒരു വലിയ ഭാരം ഒഴിഞ്ഞു പോയതുപോലെ. ഞാനായിട്ട് നന്ദയോട് ചെയ്തതിനുള്ള ഒരുവിധം ഞാൻ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും നന്ദ ഹാപ്പി ആയിരിക്കണം. എൻ്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട, ഞാനിനി ഹാപ്പി ആയിരിക്കും. സോറി റാം. അറിയാം സോറി കൊണ്ടൊന്നും ഒന്നും തീരില്ലെന്ന്, പക്ഷെ ഇപ്പോൾ അത് എനിക്ക് ചെയ്യാൻ പറ്റും. ബാല, ഇതിനു വേണ്ടിയാണ് ഞാനെല്ലാം വേണ്ടെന്ന് വെച്ചത്. നന്ദ വാ. ഞാൻ വന്നോളാം, റാം പൊയ്ക്കോ. നിന്നെ ഒറ്റയ്ക്കാക്കി ഞാൻ പോകില്ല. ഇത്രയും നാൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. ഇനി നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കില്ല. എനിക്കങ്ങനെ ആരുടെയും കൂട്ട് വേണ്ട, പ്രത്യേകിച്ച് നിന്റെ. നീ ഒരു തവണയല്ല, രണ്ടാമത്തെ തവണ എന്റെ ഭാര്യയുടെ കണ്ണു നിറച്ചത്. കണക്കായിപ്പോയി, ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ ഓർക്കണമായിരുന്നു. എന്താ റാം ബാല നിന്നോട് ചെയ്തത്? നിന്നെ സ്നേഹിച്ചതോ? എല്ലാത്തിന്റെയും കാരണം ഞാനാണ്. ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്നു. അവൾക്ക് കിട്ടേണ്ടിയിരുന്ന സ്നേഹം അത് നീ എനിക്ക് തന്നു. നീ ശരിക്കും ലെറ്റേഴ്സ് എഴുതിയ ശ്രീനെയാണ് റാം സ്നേഹിച്ചത്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ടല്ല ആ പേരന്റെ ഉടമയെ കാണാൻ തോന്നിയത്. അല്ല, ഞാൻ നിന്നെ മാത്രമാണ് സ്നേഹിച്ചത്. ആ കത്തുകൾ നിനക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ നീ എന്നെ തിരക്കി വരുമായിരുന്നോ? ഇല്ല, മറ്റൊരു സ്റ്റുഡന്റിനപ്പുറം തന്നെ ഒരു സ്റ്റുഡന്റ്, അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാകില്ല. ആ ശ്രീ ഞാനാണെന്ന് കരുതിയല്ലേ നീ എനിക്ക് ആ ഗിഫ്റ്റ് തന്നത്. ഇനി ഒരുപാട് എഴുതണമെന്ന് പറഞ്ഞല്ലേ അതെനിക്ക് തന്നത്. ഇതിൽ കൂടുതൽ തെളിവുകൾ വേണോ റാം നിനക്ക്? നീ എന്നെ അല്ല സ്നേഹിച്ചതെന്ന് തിരിച്ചറിയാൻ. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്റെ സിസ്റ്ററിനെ സ്നേഹിക്കില്ല. വേണ്ട, അവൾ എന്ത് ചെറുതായിരുന്നെന്നറിയാമോ? 16 വയസ്സേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. നീ അവളെയല്ല സ്നേഹിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ജെയിംസ് കട്ട് ചെയ്തു അവള്. അത് പ്രണയമല്ല നന്ദ, ഒരു തരം ഒബ്സഷൻ ആണ്. ഇനി അവളുടെ പ്രണയത്തെ ആക്ഷേപിച്ച് നീ ഒരു അക്ഷരം വേണ്ടരുത്. നിനക്ക് ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ നിന്നെ രക്ഷിച്ചത് ആരാണെന്നറിയോ? അത് ബാലയാണ്. ഓ, നേരത്തെ പറയുമായിരുന്നെങ്കിൽ ഒരു താങ്ക്സ് പറയാമായിരുന്നു. ഇതുവരെ ആയിട്ട് നന്ദു എന്താ വരാത്ത? പോകുന്നില്ലേ? നന്ദു വന്നില്ല. അതിനെന്തിനാ കരയുന്നത്? എടാ ആദ്യം നീ താരയെ കൂട്ടി വീട്ടിലേക്ക് വെക്കൂ. ആ, എന്തിനാ കരയുന്നേ? രാംസാർ നന്ദുവിനെ എന്തെങ്കിലും ചെയ്യും. ഏയ് ഇല്ല എന്തു കാര്യമില്ലാതെയാ നീ കരയുന്നേ. ഞാൻ റാമിനെ വിളിക്കാം. കിഷോറിനെ വിളിക്കാം. നന്ദു വീട്ടിലുണ്ടോ എന്ന് ചോദിക്കാം. ചേട്ടാ, നന്ദു വീട്ടിലുണ്ടോ? ഹലോ നന്ദു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? റംസാർ നിന്റെ വല്ലതും ചെയ്തോ? ഇല്ല എന്തു, നീ ടെൻഷൻ അടിച്ച് പെട്ടെന്ന് വണ്ടി ഓടിച്ച് വരുമൊന്നും വേണ്ട കേട്ടോ. ഇല്ല, ഇന്ന് എന്ത് വരെ ഞാനാ കൊണ്ടുവിടുന്നത്. ഇവിടെ ഒരു ട്രിപ്പ് കരച്ചില് കഴിഞ്ഞിരിക്കുവോ? അയ്യോ എന്റെ എന്തുവേ, നീ സാറിന്റെ കൂടെ ഒക്കെ ഇരുന്ന് പതുക്കെ വന്നാ മതി. അല്ലെങ്കിലും എന്റെ അനിയൻ അത്രയ്ക്ക് മോശമൊന്നും അല്ല. ഞാൻ പേടിച്ചു പോയി അന്ന്. പേടി മാറ്റാൻ ഒരൊറ്റ മതി തരാൻ ഞാൻ. എൻഗേജ്മെന്റും മാരേജും ഒക്കെ കഴിഞ്ഞ് ഇനി നിന്നെ ഞാൻ എന്ന് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ്? അതെന്താ എത്ര ധൃതി? നേരത്തെ ഓഫീസിലെങ്കിലും വെച്ച് കണ്ടോണ്ടിരിക്കാമായിരുന്നു. ഇപ്പൊ അത് പറ്റില്ലല്ലോ. ഓഫീസിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ നിന്നെ മെസ്സേജ് ചെയ്യാൻ തുടങ്ങും. നന്ദുവിനെ കാണണോ? സൂര്യ, ഗുഡ് നൈറ്റ്.
നന്ദു, കൈ കാണിച്ച്, കഴുത്ത് കാണിച്ച്, ചുവന്ന് കിടപ്പുണ്ടല്ലോ. നീ ഇവിടെ ഇരിക്കുക, ഞാനെല്ലാം പറയാം. ബാല പാവം, എല്ലാം സഹിക്കാൻ അവൾക്ക് പറ്റുമോ അറിയില്ല. നീ കാരണം നന്ദിച്ച് കരഞ്ഞ അത്ര ഇല്ല പാല ഇത്. റാം സത്യങ്ങൾ തിരിച്ചറിയണമെന്നായിരുന്നില്ല നിനക്ക്. ഒരിക്കലും അവരുടെ ഇടയിലേക്ക് ഞാൻ ചെല്ലില്ല. ലെറ്റേഴ്സ് എഴുതിയിരുന്ന ശ്രീ ഞാനാണ്. പക്ഷെ നീ സ്നേഹിച്ചത് നന്ദേച്ചിയെ. എനിക്ക് വേണ്ടിയാണ് നന്ദേച്ചി നിന്നെ വേണ്ടെന്ന് വെച്ചത്. ഞാൻ ഇത്രയും വെറുപ്പ് ഡിസേർവ് ചെയ്യുന്നുണ്ടോ റാം? ഇതാണോ പ്രണയം? ഒരിക്കൽ പോലും എന്റെ മുന്നിലേക്ക് വരാൻ കഴിയാതിരുന്ന ഇവൾക്കാണോ എന്നോട് പ്രണയം? ആ കത്തുകൾ നിനക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ നീ എന്നെ തിരക്കി വരുമായിരുന്നോ? ഇല്ല, മറ്റൊരു സ്റ്റുഡന്റിനപ്പുറം തന്നെ ഒരു സ്റ്റുഡന്റ്. അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാകില്ല. ആ കത്തുകൾ വെറും ഒരു നിമിത്തം മാത്രമായിരുന്നു നന്ദ ഞാൻ നിന്നെ പ്രണയിക്കാൻ. ഇത് നിനക്ക് ഫോണോ? നീ എന്തിനാ ഇത് മേടിച്ച? അതെന്താ ഞാൻ മേടിച്ച? നീ എന്റെ പൊന്നല്ലേടി. രാം സാറ് വന്നില്ലെന്ന് തോന്നുന്നു. എല്ല വന്നില്ല. ഞാനൊന്ന് ബാലയെ ചെന്ന് കണ്ടാലോ എന്നാലോചിക്കുക. പോയി കാണാം, ബാലയ്ക്ക് കുറച്ച് ആശ്വാസമാകും അത്. വാ, നിന്റെ കൂടെ ഞാൻ വരില്ല. നീ വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ എടുത്തോണ്ട് പോകും. അതുകൊണ്ട് മര്യാദയ്ക്ക് വന്ന കയറും. എന്തിനാ ഇങ്ങോട്ട് വന്നത്? സാധാരണ ഇങ്ങോട്ട് ആൾക്കാർ എന്തിനാ വരുന്നത്? നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആരെങ്കിലും വേണ്ടേ? നേരെ പോടാ. അയ്യോ, തയ്ച്ചടാ പട്ടി. ഇരിക്കവിടെ. മാറടാ. സോറി, നോക്കട്ടെ, കാണിച്ചേ. എന്താ? ഞാൻ ഒരുപാട് നിന്നെ വേദനിപ്പിച്ചു. സോറി നന്ദ, ഞാൻ ഇനി അങ്ങനെ ഒന്നും ചെയ്യില്ല. ഡാ, ആദി, ഞാൻ എത്ര പെട്ടെന്ന് വീട്ടിലെത്തിയോ? പോയി കയറടി കാറിൽ. നന്ദ, I'm sorry. നീ ഒന്ന് മിണ്ടാതിരിക്കുക. അയ്യോ, വീട്ടിലെത്തിയോ? എന്നോടാരോ പുറകിലിരിക്കാൻ പറഞ്ഞത്? ഒന്ന് ഫ്രണ്ടിൽ കയറ്. താങ്ക്സ്. ആദിസാർ എന്താ നിന്നെ കൊണ്ടാക്കിയത്? അത് ഞാൻ ബാലയെ കാണാൻ ഇറങ്ങിയത്. അപ്പൊ റാമ വിളിച്ചുകൊണ്ട് പോയി. അവനെ കുറിച്ചുള്ള ബോധം പോയപ്പോ ആദിസാർ വന്ന് കൊണ്ടുപോയി. എന്നെ ഇവിടെ കൊണ്ട് വിടുകയും ചെയ്തു. അത് ശരി.
നന്ദ, അച്ഛാ, ദേ ആരാ വന്നേന്ന് നോക്കിയേ. ആ മോളെ, നീ കഴിച്ചോ? കഴിച്ചിട്ടാ വന്നേ. ബാല, എന്റെ അമ്മ എവിടെ? അതെന്താ നന്ദ അങ്ങനെ പറഞ്ഞേ? അത് നിന്റെ അമ്മ കൂടെ അല്ലേ? എന്റെ അമ്മ എന്നെ ഉപേക്ഷിച്ച് പോയില്ലേ? വാ, അമ്മ കിടക്കുക. അമ്മേ, നോക്കിക്കേ. അമ്മയെ കാണാൻ നന്ദ വന്നു. എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞു. അതെന്താ എന്നറിയാൻ വന്നതാ ഞാൻ. അമ്മ സംസാരിക്കില്ല നന്ദ. സ്പീച്ച് തെറാപ്പിയൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ എഴുതി കാണിക്കും. മോൾ എനിക്ക് മാപ്പ് തരണം. ഞാൻ ഒരുപാട് ദ്രോഹം ചെയ്തു മോളോട്. എല്ലാത്തിനും പ്രായശ്ചിത്തം ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല ഇനി. എത്ര കാലം കൂടി ഇനി ഉണ്ടാകും എന്നെനിക്കറിയില്ല. എൻ്റെ ബാലമോളെ നോക്കണം. അതിന് അമ്മ എവിടെ പോകാനാ? അത് കൊള്ളാം, എന്നെ തനിച്ചാക്കി പോകാനാ? ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? എന്താ നീ വാ. റാം പറഞ്ഞതോർത്ത് നീ വിഷമിക്കരുത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനെപ്പോഴും എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാറുള്ളായിരുന്നു. അതെൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. മറ്റുള്ളവർ അതെങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് ഞാൻ ഓർത്തിട്ടല്ല. നീ ഇനി എന്നോട് റാമിൻ്റെ കാര്യം പറയണ്ട. ഞാൻ മറക്കാൻ ശ്രമിക്കുക. എല്ലാം ശരിയാകും എന്നോർത്താൽ ഞാൻ അന്ന് നിന്നെ റാമിൻ്റെ മുന്നിൽ വെച്ച് സോറി. നീ എന്നോട് സോറി പറയില്ലേ നന്ദ? ഞാൻ എന്നാൽ ഇറങ്ങിക്കോട്ടെ? നിക്ക്, കൊണ്ടുവിടാൻ പറയാൻ ഞാൻ. വേണ്ട, ഞാൻ ബിന്ദുവിൻ്റെ സ്കൂട്ടിക്കാണ് വന്നത്. നന്ദ, താങ്ക്സ്. നീ വരുമെന്ന് ഞാൻ കരുതിയില്ല. എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞത് സാറിന് മനസ്സിലായില്ലേ? എന്റെ കാര്യത്തിൽ തലയിടാൻ വരണ്ട. ഹലോ, എക്സ്ക്യൂസ് മീ, ഈ റോഡ് നിന്റെ സ്വന്തമാണോ? വേറെ വണ്ടിക്കൊന്നും പോകാൻ പറ്റില്ല ഇതുവഴി? അത് ഇതിപ്പോൾ എനിക്ക് എന്റെ കാറിൽ യാത്ര ചെയ്യാൻ പറ്റില്ലേ? യാത്ര ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല സാർ. സാർ എന്തിനാ ഞാൻ പോകുന്നിടത്ത് കൂടെ തന്നെ പോകുന്നേ? അതെനിക്ക് മനസ്സിലാകാത്ത. കണ്ടോ, ഉത്തരവില്ല. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. അത് പറ്റില്ല എങ്കിൽ ഞാൻ ചോദിക്കുന്നതിനൊക്കെ എനിക്ക് കറക്റ്റ് മറുപടി താ. സത്യം പറഞ്ഞ് എനിക്ക് പേടി തോന്നുന്നുണ്ട് ഇപ്പോൾ. ഞാൻ എവിടെ പോയാലും എന്റെ പുറകിലുണ്ട്. എന്നെ കുറിച്ച് എല്ലാം അറിയാം. What do you want? എന്താ വേണ്ടേ? എന്താ വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഉണ്ട്, പാതാളത്തിലേക്ക്. വരുന്നോ? അയ്യന്റെ മോളെ, വെൽക്കം ബാക്ക്. അവിടെ വന്നോ? വൈക ഇല്ല, കൈ ഒടിഞ്ഞിരിക്കുകയല്ലേ. സസ്പെൻഷന് കിട്ടുള്ളൂ എന്നറിയായിരുന്നെങ്കിൽ അവൾക്ക് 2 എണ്ണം എന്റെ വക കൂടുതൽ കൊടുക്കായിരുന്നു. നീ ആരാടി, റൗഡിയോ? അതെ, റൗഡിയും. തല്ല് കിട്ടാതെ നോക്കിക്കും. സാർ, സാറിന്റെ ബുക്ക്. ശ്രീബാല, എന്റെ കൂടെ ലൈബ്രറിയിലേക്ക് ഒന്ന് വരണം കേട്ടോ. ഓക്കെ സാർ. ലൈബ്രറിയോ? നിങ്ങളെ വിട്ടോ, ഞാൻ വന്നേക്കാം. ഓക്കെ. നീ ഇവിടെ എന്തെടുക്കുവാ? ലൈബ്രറിയിൽ എന്തിനാ വരുന്നത്? ബുക്സ് എടുക്കാൻ. എങ്കിൽ വേണ്ട ബുക്സ് എടുത്ത് വേഗം സ്ഥലം വിടാൻ നോക്ക്. ലെസൺ ഞാൻ നന്നായിട്ട് പഠിച്ചു. എന്റെ പ്രാക്ടിക്കൽ എന്നാ നടത്തുന്നത്? പോടി, ക്ലാസ്സിൽ പോടി. പ്രാക്ടിക്കൽ നടത്താതെ ഞാൻ പോകില്ല. സാർ, ഇതിലുള്ള എല്ലാ ബുക്സും എടുത്തു. അതിൽ കുറച്ച് ബുക്സ് എടുത്ത് കൊണ്ടുപോയി എന്റെ ടേബിളിൽ വെച്ചേക്ക്.
എന്നിട്ട് ശ്രീബാല ക്ലാസ്സിൽ വയ്ക്കൂ. ഓക്കെ സാർ. തോര ആരെങ്കിലും കാണും. അതിനിപ്പോൾ എന്താ, നമ്മൾ രണ്ടുപേരും പ്രായപൂർത്തിയായവരല്ലേ. അങ്ങനെയല്ല, ഇവിടെ ഞാൻ നിന്റെ സാറാണ്. പഠിപ്പിച്ചതൊന്നും ലെസൺ ഞാൻ നന്നായി പഠിച്ചില്ലേ, പാസ്സായില്ലേ ഞാൻ. കിഷോർ സാർ, തൗര, ക്ലാസ്സിൽ പോ. എടി ഇതൊക്കെ എപ്പോ? നിനക്ക് സാറിന് ഇഷ്ടമാണോ? ഏയ് സത്യം പറ, ആക്ടിങ് അല്ലേ ഞാനെന്ന് പറഞ്ഞ ഐഡിയ? ഇത് ആക്ടിങ് ഒന്നും അല്ല മോളെ, ഇത് ആക്ടിങ് ആണല്ലോ എന്ന് കണ്ടറിയാം.